നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം അതിന്റെ സാച്ചുറേഷൻ പോയിന്റിലെത്തിയെന്ന് വാദിച്ച കോൺഗ്രസ് എം.പി ശശി തരൂർ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതീക്ഷയെ ബുധനാഴ്ച തള്ളിക്കളഞ്ഞു. 2-0 ആണെങ്കിൽ മാത്രമേ അവർക്ക് 2 അക്കങ്ങൾ ലഭിക്കൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും അവർക്ക് മനസ്സിലാക്കാത്തതാണ് ബി.ജെ.പിയുടെ പ്രശ്നം. വർഗീയതയ്ക്ക് ഇവിടെ ഒരു ചെറിയ പരിധിക്കപ്പുറം പോകാനാവില്ല. തീർച്ചയായിട്ടും ശശി തരൂർ പറഞ്ഞത് ശരിയാണ്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാത്തത് വിദേശ പാരമ്പര്യം നിഴലിക്കുന്ന ശശി തരൂരിനാണോ ഇവിടുത്തെ ബി.ജെ.പിക്കാർക്കാണോ എന്നുള്ളത് കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. 6% വരുന്ന പാർട്ടിയെ 12 മുതൽ 13% പാർട്ടിയിലേക്ക് കൊണ്ടുപോയതിന് ഞാൻ നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് നൽകുന്നു. പക്ഷേ അവർ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് എത്താൻ ശ്രമിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. മണിപ്പൂരിന്റെ ഭീകരതയ്ക്ക് ശേഷം അത് ഒരിക്കലും പ്രവർത്തിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലും കേരളത്തിലും സന്ദർശന വേളയിൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മത നേതാക്കളുമായി 1ലധികം തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ശശി തരൂർ ബി.ജെ.പിയെ ഭയക്കുന്നു എന്ന് ഉള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് കാര്യമായ സാന്നിധ്യമുണ്ട്. അവിടെയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിൽ വിജയിക്കുന്നതിൽ അവരുടെ വോട്ട് നിർണായകമാണെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിച്ച തരൂർ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ മത്സരിക്കില്ലെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ ചെയ്യുന്നത് സിറ്റിംഗ് എം പി ആയി പ്രവർത്തിക്കുക എന്നതാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അടുത്തിടെ നടന്ന രാജ്യസഭയിൽ ചില കോൺഗ്രസ് MLA-മാർ ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിലെ സുഖ്ബീന്ദർ സിംഗ് സുഖു സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പ്രതികരിച്ച തരൂർ അവിടെയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിരാശാജനകമാണെന്ന് പറഞ്ഞു. 1 വർഷം മുമ്പ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അട്ടിമറിക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തിൽ നിരാശാജനകമായ സംഭവ വികാസമാണ്. ബി.ജെ.പിക്ക് വളരെ നല്ല ഫണ്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുന്നു. ബി.ജെ.പിയുടെ മണി ആൻഡ് മസിൽ പവർ, അതായത് പണവും പേശീബലവും ശശി തരൂരിനെ ഭയപ്പെടുത്തുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് യൂണിറ്റിനുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തരൂർ പറഞ്ഞു, കൂടുതൽ വിശദാംശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. തലക്കെട്ടുകളിൽ വായിച്ചതിനപ്പുറം എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഇത് ജനങ്ങളുടെ ഉത്തരവിനോടുള്ള വഞ്ചനയാണെന്ന് ഞാൻ കരുതുന്നു. ഓരോ തവണയും ബി.ജെ.പി ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. മുമ്പ് 4-5 സംസ്ഥാനങ്ങളിൽ അവർ അത് ചെയ്തിട്ടുണ്ട്. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള യഥാർത്ഥ കടന്നാക്രമണമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഏക രാജ്യസഭാ സീറ്റിലേക്ക് 6 കോൺഗ്രസ് MLA-മാരുടെ ക്രോസ് വോട്ടിങ്ങും മന്ത്രിസഭയിൽ നിന്ന് വിക്രമാദിത്യ സിംഗ് രാജിവെച്ചതും സുഖുമിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ മലയോര മേഖലയിൽ പ്രതിസന്ധിയിലാക്കി. നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് അധികാരത്തിലേറാനുള്ള ധാർമ്മിക നിലവാരം നഷ്ടപ്പെട്ടുവെന്ന് ബി.ജെ.പി അവകാശപ്പെടുമ്പോൾ പിന്നാമ്പുറത്തെ സംഭവ വികാസങ്ങൾ ഭരണകക്ഷിയിലെ ഭിന്നത മുന്നിൽ കൊണ്ടുവന്നു എന്നും ശശി തരൂർ പറഞ്ഞു.